ശാസ്ത്രം തെളിയിച്ച കാര്യങ്ങൾ ഖുർആനിൽ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആത്യന്തികമായൊരു വർത്താനവും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കോടിക്കണക്കിന് റുപ്യ ചെലവാക്കിയിട്ട് ഗവേഷണം നടത്തി, ഇതന്നെ ഞാനും ചോദിച്ചത്. എൻ്റെ അവതരണത്തിൽ ഞാനും ചോദിച്ച കാര്യമാണത്. അത് പക്ഷേ ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന ശരിക്കും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളോട് ചോദിച്ചതാണെന്നേ ഉള്ളൂ. അതേ ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അവതരണം കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ പിന്നെ ചില കാര്യങ്ങളൊക്കെ എന്താണ് പിന്നെ ഈ ചിന്തിക്കാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ചാണോ? ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കാൻ ഖുർആനിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിടയിലുള്ള വർണ്ണഭാഷാ വൈവിധ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, ആകാശഭൂമികളുടെ ഘടനയെക്കുറിച്ച്, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ ഘടനയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞെന്താ അതിന്റെ അർത്ഥം? പിന്നെ വേറൊന്ന്, മനസ്സ് തലയിലാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാർ ആരെങ്കിലും തീർത്ത് പറഞ്ഞിട്ടുണ്ടോ മനസ്സ് തലയിലാണെന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സ് തലയിലാണെന്ന്. മൂർത്തമായൊരു സംഭവമല്ലത്. മനസ്സെടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയാൻ? മൂർത്തമായ ഒരു സംഭവമേ അല്ലാത്തൊരു സാധനത്തെ നിങ്ങൾ തലയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്കറിയാം. ഹൃദയത്തിലാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭാഷാ പ്രയോഗം അങ്ങനെയുള്ളത് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ തലയിലാണെന്ന് പറയണോ? ഇനി ആണെങ്കിൽ തന്നെ ഖുർആൻ അങ്ങനെ പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബിഗ് ബാങ് തിയറി ഖുർആനിൽ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് വേറെ അന്വേഷണ വിഷയമാണ്. പക്ഷെ ഇല്ലാന്ന് കരുതി ഖുർആൻ ദൈവിക ഗ്രന്ഥം അല്ലാണ്ടൊന്നും ആയി പോകുന്നില്ല, ഖുർആൻ പ്രമാണം അല്ലാതെ ആയി പോകുന്നില്ല. ഇതാണ് ഞാനിവിടെ സ്ഥാപിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കുറെ കാര്യങ്ങൾ അങ്ങനെ പിന്നെന്താ പറഞ്ഞ് പിന്നെ കുറച്ച് കഥകളി. ആദാമിന്റെ വാരിയല് ഒരു ഹദീസ് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നേരാ. പ്രമാണങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, പഴയ തഫ്സീറുകൾ നോക്കുന്നതിൽ അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പുതിയ കുറെ ചിന്തകളും കൂടി ഉണ്ടായിട്ടുണ്ട്, അതും കൂടി വായിക്കണമെന്ന് മാത്രമാണ്. പിന്നെ മാത്രമല്ല, അക്കാലത്തുള്ളവരല്ലേ കൂടുതൽ, അറബികളല്ലേ കൂടുതൽ. ചിലപ്പോൾ ചില ചരിത്ര വസ്തുതകളെ സംബന്ധിച്ച് ആ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരുടെ നിഗമനങ്ങളെ പിൽക്കാലത്ത് നമ്മൾ തിരുത്താറില്ലേ? അതേ കാലത്ത് ജീവിച്ചിരുന്ന, ആ കാലത്ത് എഴുതപ്പെട്ട ചരിത്രം എത്ര വട്ടം നമ്മൾ പിന്നെ മാറ്റിയിട്ടുണ്ട്? അത് നമ്മൾ തിരുത്താറുണ്ട്, സ്വാഭാവികമാണ് തികച്ചും. അപ്പൊ അക്കാലത്ത് അത് നബിയുടെ കാലം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്നൊക്കെ പറയുന്നത് ആ ഒരു ധാർമ്മിക വിശുദ്ധിയുടെ കാര്യത്തിലാണ്. അതല്ലാതെ അതിന്റെ അപ്പുറം ചിന്താപരമായിട്ടുള്ള വികാസം അത് പിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രമാണങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഹദീസുകളുടെ കാര്യമാണെങ്കിലും എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഖുർആൻ പറയുന്ന ഏറ്റവും അടിസ്ഥാന പ്രമാണം ഖുർആനാണ്, കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. രണ്ടാം പ്രമാണം ഖുർആന്റെ പ്രയോഗവൽക്കരണവുമായി ബന്ധപ്പെട്ട് പിന്നുള്ള സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഹദീസ് എന്ന് പറയുന്നത് പ്രമാണമായിട്ട് വരുന്നത്. ഹദീസ് എന്നല്ല, യഥാർത്ഥത്തിൽ സുന്നത്ത് എന്നാണ് പറയുന്നത്. പ്രവാചകന്റെ ചര്യ, ഒരു പ്രശ്നത്തെ പ്രവാചകൻ എങ്ങനെ പരിഹരിച്ചു, ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെ നിരൂപണം ചെയ്യുന്നതിന് വേണ്ടി പിൽക്കാലത്ത് ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ടായി. ഉലൂമുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പൊ ബുഖാരി പറയുന്നുണ്ട് എന്നുള്ള കാരണത്താൽ എല്ലാ ഹദീസുകളൊന്നും പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടില്ല. ബുഖാരി രണ്ടാം പ്രമാണമാണ് എന്ന് മുസ്ലിങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന് നേരത്തെ ഒരു സംവാദത്തിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു. 99% മുസ്ലിങ്ങളും ബുഖാരിയെ രണ്ടാം പ്രമാണമായിട്ട് അംഗീകരിക്കുന്നു. ശുദ്ധ അബദ്ധാണ്. ബുഖാരി ഹദീസുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ് എന്ന് കരുതുന്നവർ സുന്നികളിലെ ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അല്ലാത്ത ആളുകൾക്ക് ബുഖാരി പ്രമാണമാണ്, പക്ഷെ ബുഖാരിയെ ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. എന്നാൽ സുന്നികൾക്കും ഷിയാക്കൾക്കും ഒക്കെ ഹദീസ് പ്രമാണമാണ്. അപ്പൊ ഗ്രന്ഥം ഏത് എന്നുള്ളതല്ല വിഷയം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ 99% മുസ്ലിങ്ങളും ബുഖാരിയും, ഇനി അള്ളാന്റെ മലക്ക് ജിബ്രീൽ തന്നെയാണെങ്കിലും എന്നോടൊരു കാര്യം വന്ന് പറഞ്ഞാൽ ഖുർആനിനോ എനിക്ക് പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള ചിന്താശക്തിക്കോ എതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഇതിലാർക്കാ സംശയം? അതാര് പറഞ്ഞാലും ശരി, നിങ്ങൾ എന്ത് പ്രമാണം മുന്നോട്ട് കൊണ്ടുവച്ചാലും ശരി, ഖുർആന് വ്യാഖ്യാനങ്ങൾ, ഏത് ഗ്രന്ഥത്തിനാണെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് ആ കാലത്തുള്ള ഒരു ജ്ഞാന ചിന്താ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നത് മനസ്സിലാവാനും വ്യാഖ്യാനത്തിൽ സാർവകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അതേക്കുറിച്ച് തിരിച്ചറിയാനും ഒക്കെ പിന്നെ പ്രമാണങ്ങൾ, ഈ ഇത്തരത്തിലുള്ള തഫ്സീറുകളൊക്കെ അവലംബിക്കാമെന്നല്ലാതെ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാക്യവും അങ്ങനെ ഉണ്ടോ? ഓരോ വാക്യവും. പിന്നെ അദ്ദേഹം ചോദിച്ചെന്ന് വെച്ചാല് പിന്നെ എന്താണ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖുർആൻ എന്തിനാണെന്നാണ്. സയൻസ് തന്നെ പോരെ? സയൻസ് ഞാൻ പറഞ്ഞല്ലോ, ശ്രീബുദ്ധൻ രൂപകാണ്ഡത്തെക്കുറിച്ചും നാമകാണ്ഡത്തെക്കുറിച്ചും പറഞ്ഞു. ഈ നാമകാണ്ഡം എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രം പറഞ്ഞുതരോ?
മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല സയൻസ് പഠിക്കൂ. ജീവിതം അത് മാത്രമല്ല എന്നാണ് പറയുന്നത്. വസ്തുക്കളോ വസ്തുതകളോ അത് മാത്രമല്ല, അതിനും അപ്പുറമുണ്ട്. അതേക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നതുകൊണ്ട് അത് തെറ്റാണ് എന്നാണ് നമ്മൾ വാദിക്കുന്നതെങ്കിൽ അവിടെയാണ് ശാസ്ത്രം പ്രത്യയശാസ്ത്രമാകുന്നത്. ആ ഒരു നിലപാടിനോടാണ് നമ്മൾ ഇടയുന്നത്, അല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള വികാസത്തെ അല്ല. പിന്നെ ആദമിന് പറഞ്ഞു കൊടുത്ത അത്രയും മതിയോ? എന്താ, ആദമിന് അടിസ്ഥാനമാണ് കൊടുത്തത്, അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങ് വികസിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള ആദാമിന്റെ വാരിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കുറെ കഥകൾ എങ്ങനെയൊക്കെയോ കടന്നുകൂടിയതാണ്. ആദാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഖുർആനിൽ കൃത്യമായിട്ടത് പറയണ്ടേ? അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. വേറെ ചില ഉപമാലങ്കാരം എന്നൊക്കെ മനസ്സിലാക്കാവുന്ന സ്വഭാവത്തിൽ ചില ഹദീസുകളുണ്ട്. അത് തന്നെ എത്രത്തോളം ഭദ്രമാണ് എന്നുള്ളത്, പ്രബലമാണ് എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ അവതരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഇവിടെ വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് നേരത്തെ പറഞ്ഞതിനനുബന്ധമായിട്ടൊന്നും ഒരു സംഗതി കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ജീവിതത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ് എത്തിക്സ്. സയൻസ് സ്വയം എത്തിക്സ് ആവുകയല്ല വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ എല്ലാ ദുരുപയോഗങ്ങളും ന്യായീകരിക്കപ്പെടും. സയൻസ് സ്വയം എത്തിക്സ് ആകുന്നതിന് പകരം എത്തിക്സ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്ബോധനം. നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ, ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഖുർആൻ? ഈ ഉത്ബോധനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇതാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് ദൈവിക നിയമങ്ങൾ, ഇങ്ങനൊരു വശമുണ്ട്. ഈ നിയമങ്ങളെക്കുറിച്ച് പ്രാപഞ്ചിക നിയമങ്ങളെന്നും ധാർമ്മിക നിയമങ്ങളെന്നും രണ്ട് ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാപഞ്ചിക നിയമങ്ങൾ അനുസരിച്ചാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിനുണ്ടാകുന്ന പരിവർത്തനവും പരിണാമവും വികാസവും ഒക്കെ ആ നിയമം അനുസരിച്ചുള്ളതാണ്. ഋഗ്വേദത്തിൽ അതിന് ഋതം എന്നാണ് പറയുക. ഈ ഋതത്തോട് അനുബന്ധമായിക്കൊണ്ട്, അതോട് ചേർന്നുകൊണ്ട്, ക്ലാഷ് വരാതെ മനുഷ്യൻ ധാർമ്മികത സ്വീകരിച്ചാൽ അതിന് സത്യം എന്ന് പറയും. ഈ സത്യമാണ് പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ, അല്ലെങ്കിൽ വേദത്തിന്റെ ഉത്ബോധനങ്ങൾ. എന്നാൽ ദൈവിക നിയമങ്ങൾ എന്താണ്? അത് നമ്മൾ പഠിക്കണം, എന്നിട്ട് അതിനെ നമ്മുടെ ജീവിതത്തിന്റെ വികാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇസ്തഅമറക്കും ഫീഹ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ വെറുതെ ഇരിക്കേണ്ടവനല്ല, പണിയെടുക്കേണ്ടവനാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ വെറുതെ ഇരിക്കേണ്ടവനല്ല, പിന്നെ പണിയെടുക്കേണ്ടവനാണ്, പരിപാലന ചുമതല ഏൽപ്പിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ വികസിപ്പിക്കണം ജീവിതം. ഈ ജീവിത വികാസത്തിന് അവന്റെ അറിവിനെ വികസിപ്പിക്കണം. അതുകൊണ്ട് ആ അറിവിന്റെ വികാസത്തിലൂടെ ദൈവികമായ നിയമങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ വരുമ്പോൾ പിൻപറ്റുന്നത് മരത്തിന്റെയും നക്ഷത്രങ്ങളുടെയും മാർഗമാണ്. മരങ്ങളും നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആനിൽ പറയുമ്പോൾ അർത്ഥം അതാണ്. പിന്നെ താവത്തേച്ചിങ്ങിൽ അത് നേർക്കുനേരെ പറയുന്നുണ്ട്. ഏറ്റവും കരണീയമായ മാർഗം എന്ന് പറയുന്നത് മരങ്ങളുടെയും പറവകളുടെയും പുഴകളുടെയും നക്ഷത്രങ്ങളുടെയും മാർഗമാകും. ഇതാണ് ഋതം. പരമാത്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികർമ്മത്തിന് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഊർജത്തിൽ നിന്ന് ഋതസത്യങ്ങൾ വെളിപ്പെട്ടു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും ചേർന്നുകൊണ്ട് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഏത് ദീനാണ് തേടുന്നത്? ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയല്ലേ? ആ അർത്ഥത്തിൽ പ്രകൃതിയുമായി ചേർന്നിട്ടുള്ള ഇങ്ങനൊരു ജീവിതത്തെക്കുറിച്ച് കൂടിയാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഖുർആന്റെ കണക്ക് തെറ്റിയതിനെ കുറിച്ചാണ്, അനന്തരാവകാശത്തെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. ടി മുഹമ്മദ് വേളം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടി മുഹമ്മദ് വേളം കുറെ കൂടി മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ അറിയുന്ന ഒരാൾ സദസ്സിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുണ്ടായതുകൊണ്ട് കാര്യം അറിയാനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. അത് അനുവദിച്ചില്ല. അദ്ദേഹം എനിക്ക് ആ വിഷയം അറിയില്ലെന്ന്. സത്യം പറഞ്ഞാൽ അനന്തരാവകാശം എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഈ കണക്ക് വല്ലാണ്ട് തിരിയാത്തതുകൊണ്ടാണ് സയൻസ് പഠിക്കുന്നതന്നെ അനുഭവത്തിൽ. കണക്കില്ലാഞ്ഞ സയൻസ് പഠിക്കാൻ പറ്റില്ലല്ലോ. അന്നേരം ചോദിക്കും, നിങ്ങളെങ്ങനെ പിന്നെ ഈ ശാസ്ത്രം എന്നും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വേദി കയറി വന്നത്? ഇത് പറയാനും മാത്രമുള്ള ശാസ്ത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് പിന്നെ കേട്ടപ്പം കുറച്ചാളുകൾക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ. പക്ഷേ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഈ അനന്തരാവകാശ പ്രശ്നം, ഇത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊരു ഒരു രീതിക്രമം ഇസ്ലാമിലുണ്ട്. അതായത് മുആദ് ബിൻ ജബൽ എന്ന ഒരു സഹാബിയെ ഒരു ഉത്തരവാദിത്തം ചുമത്തിക്കൊണ്ട് ദൂരെ ഒരു ദേശത്തേക്ക് പ്രവാചകൻ അയക്കുമ്പോൾ ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, അതിനെന്തായിരിക്കും അവലംബം ഖുർആനാണ്. അന്നേരം നബി പറഞ്ഞു, ഖുർആനിൽ കാണാത്ത പ്രശ്നമാണെങ്കിലോ? ഖുർആനിൽ കാണാത്ത വിശദാംശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഇതാരാ പറയുന്നത്? ഞാനല്ല, പ്രവാചകനാണ്. ഖുർആനിൽ നേർക്കുനേരെ കാണാത്ത വിശദാംശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഈ അനന്തരാവകാശത്തിന്റെ കാര്യം തന്നെ എടുക്ക്. ഒരാൾ മരിക്കുമ്പോൾ ഇന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാവാനാ സാധ്യതയുള്ളത്. ആ സാധ്യതയെക്കുറിച്ച് മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ എത്ര കിതാബ് വേണ്ടി വരും?
എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? 1500 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇനിയുള്ളതാണല്ലോ ഖുർആൻ. അപ്പൊ ആ സമയത്തുള്ള എല്ലാ സംഭാവ്യതകളെയും സാധ്യതകളെയും കുറിച്ച് ഖുർആനിൽ പറയണമെന്നുണ്ടെങ്കിൽ എത്ര കിതാബ് വേണ്ടി വരും? അപ്പൊ അതുകൊണ്ട് പറയാത്ത കാര്യങ്ങളുണ്ട്. അതിന് നേർക്കുനേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ മുആദ് പറഞ്ഞു, ഖുർആനിനെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നാലാണല്ലോ പ്രവാചകൻ. പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും, എന്നിട്ട് അതനുസരിച്ച് തീർപ്പേൽപ്പിക്കും. അതുമില്ലെങ്കിലോ അങ്ങനെ സംഭവിക്കാം. അന്നേരം ഉടനെ തന്നെ മുആദ് പറഞ്ഞത്, ഇത് രണ്ടും മുന്നിൽ വെച്ചിട്ട് ഞാൻ തീരുമാനം എടുക്കും, ഉടനെ വിട്ടോളം എടുക്കും. നീയാണ് ശരിയായ മാർഗത്തിലുള്ളത്, നീ പോയിട്ട് അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടിന്റെയും ചൈതന്യത്തെ നിരാകരിക്കാത്ത വിധത്തിൽ തീരുമാനമെടുക്കണം. അനന്തരാവകാശത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ ഓരോ സാധ്യതകളെയും ഒരു കിതാബിൽ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെന്തിനാ ചിന്തിക്കുന്നത്? ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് കണക്കറിയില്ല എന്നുള്ളൊരു പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ചില സാധ്യതകൾ പറഞ്ഞു. ഈ സാധ്യതകൾ തെറ്റിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും? ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു കുതിരക്കാരന്റെ യുക്തിയെ സംബന്ധിച്ച് പറയാറില്ല. അതായത് ഒരാൾക്ക് 7 കുതിര ഉണ്ടായി. 7 കുതിരയാണ് അയാളുടെ ആകെ സ്വത്ത്. അയാളൊരു വിൽപ്പത്രം എഴുതി വെച്ചു. 3 മക്കളാണ്. അത് മൂത്താക്ക് പകുതി, രണ്ടാമത്തെ കൈന്റെ പകുതി, മൂന്നാമത്തെ കൈന്റെ പകുതി. 7 കുതിരയാണ്. ഇതെങ്ങനെ മുറിക്കുക? ഇനി മുറിച്ച് വിതരണം ചെയ്യാന്ന് വെച്ചാൽ തന്നെ പകുതിയും കഴിഞ്ഞാൽ പിന്നെയും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്ത് ചെയ്യും? ഇനി അതിനെ അതുപോലെ ആക്കാന്ന് വെച്ചാലും ഇത് അവസാനിക്കൂല. കാരണം ഓരോന്നിന്റെയും പകുതി എടുക്കാന്ന് പറഞ്ഞാൽ ഇത് തീരൂല എന്ന് കണക്കറിയുന്ന എല്ലാവർക്കും അറിയാലോ. ഓരോന്നിന്റെയും പകുതി എടുക്കാന്ന് പറഞ്ഞാൽ ഇതൊരു കാലത്ത് അവസാനിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതെന്ത് ചെയ്യും? ഇവരാകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന കുതിരക്കാരൻ അതിലേ വന്നു. അയാളടുത്തൊരു കുതിര ഉണ്ടായി. അയാൾ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ പ്രശ്നം ഇതാണ്. അത് വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാലോ. ഇയാളെന്ന് വെച്ചാൽ ഇയാളുടെ കുതിരയും കൂടെ അതിൽ ചേർത്ത് വെച്ചപ്പോൾ 8ആയി. 8ൽ 4 എണ്ണം മൂത്താക്ക്, അതിന്റെ പാതി രണ്ടാമത്താക്ക് 2, അതിന്റെ പാതി 1 മൂന്നാമത്താക്ക്, 4 2 6 1 7. കുതിര ഒരെണ്ണം ബാക്കി വന്നു. അതുകൊണ്ട് ഇയാൾ പോയിച്ചു. ഇത് കുതിരക്കാരന്റെ യുക്തി. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൗലവി കിതാബ് ഓതിയിട്ടുണ്ട്. ഇത് പറയാതിരുന്നാലാണ് പ്രശ്നം. അയ്യൂബ് മൗലവി കിതാബ് ഓതിയിട്ടുണ്ട്, ഫിഖഹിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്. പക്ഷെ അത് പറയാതിരുന്ന പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അദ്ദേഹം പറഞ്ഞ ഉദാഹരണത്തിൽ 12,000 രൂപ ബാക്കി വെച്ചുകൊണ്ട് ഒരു പെണ്ണ് മരിക്കുന്നു. ആകപ്പാടെ വീതിച്ച് നോക്കുമ്പോൾ 13,000 വേണം, 1000 കുറവ്. എന്ത് ചെയ്യും? ഈ 1000 രൂപ ഈ അനന്തരാവകാശികളുടെ പ്രൊപ്പോർഷന് ആനുപാതികമായിട്ട് കുറക്കും. ഇവർക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിൽ നിന്ന് ഈ 1000 രൂപ മൊത്തം വരുന്ന വിധത്തിൽ അവരുടെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കുറക്കും. വേറൊരു കേസ് പറഞ്ഞത് 1000 രൂപ കൂടുതൽ വന്നെന്നാണ്. അത് ഇതുപോലെ ആഡ് ചെയ്യും. എത്ര ശതമാനമാണോ അല്ലെങ്കിൽ എത്ര ഭാഗമാണോ അവർക്ക് കിട്ടേണ്ടത് അതിനനുസരിച്ച് മൊത്തം 1000 രൂപ വരുന്ന വിധത്തിൽ അവരുടെ വിഹിതത്തിൽ നിന്ന് കുറക്കും. കൂടുതലാ വന്നെങ്കിൽ കൂട്ടും. ഇങ്ങനെ പ്രശ്നം പരിഹരിച്ചിട്ട് സുഹൃത്തുക്കളെ 1500 കൊല്ലായിട്ട് ഇതനുസരിച്ച് മുസ്ലിങ്ങൾ വിധി കൽപ്പിച്ച് ജീവിച്ച് സുന്ദരമായി നടന്നു പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതിൽ നിന്ന് എന്താ അപ്പൊ ഇതിലൊക്കെ അശാസ്ത്രീയത കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പടച്ചോനെ കടക്കറിയാനില്ല. പിന്നെ പറഞ്ഞത് അഭൗതികമായ ചില സംഗതികളാണ്. സൃഷ്ടിപ്പിനുള്ള 6 ദിവസം. 6 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ദിവസം എപ്പോ ഉണ്ടായതാ? ഭൂമിയിൽ സൂര്യൻ കൃത്യമായിട്ട് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തപ്പോഴല്ലേ നമ്മളെ ദിവസം തുടങ്ങിയത്? പടച്ചോൻ അതിനേക്കാളും മുമ്പുള്ള കാര്യമാണ്. അതിനേക്കാളും മുമ്പുള്ള കാര്യമാണ് പടച്ചോൻ പറയുന്നത്. ഈ സംഗതി ഇപ്പറയുന്ന നമ്മുടെ ശാസ്ത്രയുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് നമ്മളങ്ങ് തള്ളിക്കളയണം എന്നുള്ളതല്ല. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് അസംഖ്യം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അത് ഒരു സ്ഥലത്ത് 1000 പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 5000 പറഞ്ഞിട്ടുണ്ടാവും. ഇത് ആ അർത്ഥത്തിൽ നമ്മുടെ ശാസ്ത്രയുക്തി വെച്ചുകൊണ്ടല്ല പടച്ച തമ്പുരാന്റെ ദിവസം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടേണ്ടത്. അല്ലെങ്കിലും എന്താ 24 മണിക്കൂറുള്ള ദിവസത്തെ കുറിച്ച് അല്ല എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മുടെ അനുഭവമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് മാത്രം. നമ്മൾ തന്നെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോകണമെങ്കിൽ പിന്നെ ദിവസത്തിന്റെ അവസ്ഥ മാറി. ഇവിടെ തന്നെ അത് മാറി. പിന്നെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളുടെ കണക്ക് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള പ്രയോഗത്തിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല എന്നാണ് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു എന്തോ മഹാസംഭവമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പഠിക്കാതെ എല്ലാ ആളുകൾ പിന്തുടരുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ മറുപക്ഷത്തുള്ളവരുടെ ബൗദ്ധിക നിലവാരത്തെ അംഗീകരിക്കണം. നിങ്ങൾ ഈ പറയുന്ന വിധത്തിലാണ് സംഗതിയെങ്കിൽ മുസ്ലിങ്ങൾ തീരെ കഴിവുകെട്ടവരാണ്, വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്ത ആളുകളുമായിട്ട് സംവദിക്കാൻ എന്തിനാ പോകുന്നത്? അതെനിക്ക് മനസ്സിലാവണ്ടേ. ഇത്രയും വിവരമില്ലാത്ത ആളുകൾ എന്ന മുൻവിധി വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗത്തോട് സംവദിക്കുന്നതിന് എന്ത് ന്യായമുള്ളത്? അതിനൊരു ന്യായമുണ്ട് യഥാർത്ഥത്തില്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഞാൻ പറഞ്ഞു യുക്തിവാദത്തിന് പല കാര്യവും.
അപ്പൊ അതിനെ പിന്നെ കുറച്ചുകൂടി ശാസ്ത്രവുമായി ചേർത്തിട്ടാണ് അയ്യൂബ് മൗലവി പറഞ്ഞത്. അവിടെയും ഞാൻ പറയുന്നു, ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം അവലംബമാകുന്നതോ പ്രത്യയശാസ്ത്ര രൂപം പ്രാപിക്കുന്നതോ ഞാൻ അംഗീകരിക്കുന്നില്ല. അതേ അവസരത്തിൽ മനുഷ്യന്റെ വിജ്ഞാനത്തെയും ശാസ്ത്ര വികാസത്തെയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അതിന് അത്ഭുതം കൂറുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ അർത്ഥത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ എനിക്ക് പറ്റും. അപ്പൊ ഈ ഒരു കൃത്യമായ, അവിടെയും ഞാൻ പറയുന്നത് ഡയലക്റ്റിസിസം തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്നിനെ നമ്മൾ അന്ധമായിട്ട് അങ്ങോട്ട് പിൻപറ്റുക, ഇതും യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസം തന്നെയല്ലേ? അതും ആലോചിച്ച് നോക്കേണ്ടതാണ്. അതും കേവലം ഒരു വിശ്വാസമാണ്. അയ്യൂബ് മൗലവി പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒരിക്കൽ പറഞ്ഞു ശാസ്ത്രം അങ്ങനെ തിരുത്തുന്നില്ല, പിന്നെ അവസാനം പറഞ്ഞത് ശാസ്ത്രം തിരുത്തിയാൽ പിന്നെ നിങ്ങളെ ഖുർആൻ എന്ത് ചെയ്യുന്നതാണ്. ശാസ്ത്രം തിരുത്തുന്നില്ല, പിന്നെ ഖുർആൻ എന്ത് ചെയ്യാനാ? അത് അതുപോലെ തന്നെ നടന്നു. അപ്പൊ ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഒട്ടും വിവരമില്ലാത്തവരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന സ്വഭാവത്തിൽ വർത്താനം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾക്ക് മറ്റുള്ളവരോടും സംവദിക്കാനൊന്നും ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് അവരോടും സംവദിക്കാനൊന്നും ഉണ്ടാവില്ല. ഇതാണ് പ്രശ്നം. ഇങ്ങനെ സംവാദ വിഷയത്തെ ശൂന്യതയിൽ അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? നമുക്കൊരു തീർപ്പൊന്നും കൽപ്പിക്കാൻ ഒരു സംവാദം കൊണ്ടും പറ്റില്ല. അതല്ല വിഷയം. യോജിക്കാവുന്ന പോയിന്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് യുക്തിവാദികളായാലും വിശ്വാസികളായാലും സമൂഹത്തിൽ ഒരുമിച്ച് പലതും ചെയ്യാനുണ്ട്. ഇതേ സംബന്ധിച്ച് ഒന്നും പറയാതെ ഇങ്ങനെ കുറെ സംഗതികൾ, ആരോപണങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്, ഭൂമിയുടെ ആകൃതി അങ്ങനെ പറയുന്നില്ല. അപ്പൊ ബുക്കായിസം ഞാൻ ഒന്നിനെയും ഞാൻ തീർത്തും നിരാകരിക്കുകയല്ല ചെയ്തത്. ചില സാധ്യതകൾ, പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, കാനത്താറത്തുക്കൻഹുമ എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി അല്ല. ബിഗ് ബാങ് തിയറി പ്രകാരമുള്ള ഒരു കോസ്മോഗണി അത് നമ്മൾ കണ്ടെത്തുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനപ്പുറം അതല്ല ഖുർആനിൽ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ ബോധം കൃത്യമായിട്ടുണ്ട്. കാരണം സയൻസ് നാളെ തിരുത്തിയാലോ. ഇപ്പൊ തന്നെ ബിഗ് ബാങ് തിയറി ജ്യോതിശാസ്ത്രജ്ഞന്മാരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ? അത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഉണ്ട്, കാസി സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് തിയറികൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ആണെന്ന് വേണം പറയാം. എന്നാൽ പോലും കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യമായത് എന്നതല്ലേ ഉള്ളൂ അതിന്റെ ഒരു സ്ഥാനം. ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എങ്ങനെയാ ലോകം ഉണ്ടായത് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഇപ്പൊ ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം എങ്ങനെ ഉണ്ടായതാ പറയുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, അതിനൊരു സാധാരണ എന്തൊരു പിന്നെ അതിന് പറയാം സിംഗുലാരിറ്റി, ഒരു വാക്ക് പറയാറുണ്ടല്ലോ. ഇതിന്റെ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും എന്നൊക്കെ പറഞ്ഞ് ന്യായമായിട്ടും ഉണ്ടാകാമെന്ന സംശയമാണ്. അപ്പൊ അന്നേരം പറയും നിങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ദൈവം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസത്തിൽ അങ്ങോട്ട് പരിഹരിച്ചു വരും. അങ്ങനെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. വേറൊരു നിലക്കും പരിഹരിക്കാൻ കഴിയുന്നില്ല. വേറൊരു നിലക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ദൈവം എന്ന അന്ധവിശ്വാസം കൊണ്ട് നമ്മൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ ഒരു മനസമാധാനം തന്നെ അത്. പിന്നെ കരിഞ്ചീരകവും ഈച്ചയും ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അതൊന്നും ആ അർത്ഥത്തിൽ ഈച്ചയെ കുറിച്ചുള്ള ഹദീസിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് ഖബർ ആഹാദാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരൊറ്റ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്. അത്തരം ഹദീസുകളെ വളരെ കൃത്യമായും കണിശമായും വിശകലനം ചെയ്തിട്ട് മാത്രമേ പണ്ഡിത ലോകം സ്വീകരിക്കാറുള്ളൂ. മനസ്സിലായോ? സാധാരണ മുസ്ലിം. പിന്നെ എല്ലാ കിതാബിൽ എഴുതി വെച്ചത് എല്ലാം ശരിയാണെന്ന് വാദിച്ച് നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അത് വേറെ വിഷയമാണ്. അവർ ആ നിലപാടായിട്ട് മുന്നോട്ട് നടന്നോട്ടെ. അവർ ചായ ലീച്ച വിടാൻ മുക്കി എടുത്തിട്ട് കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ എന്തായാലും തൽക്കാലം ആ ചായ അങ്ങോട്ട് മാറ്റി വെക്കും. എനിക്കിത് ബാധകം. അതുപോലെ കരിഞ്ചീരകം സർവ്വരോഗ സംഹാരിയാണ്. ഇങ്ങനെയോ കുറെ ഹദീസുകൾ. പണ്ട് ബത്തക്ക കച്ചവടക്കാരൻ മൻ അകലൽ ബിത്തിയഖ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞതായിട്ട് കഥ ഉണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ബത്തക്ക തിന്നാൽ അവൻ സ്വർഗത്തിൽ പോയി. അപ്പൊ എന്താ കാര്യം? ഇതങ്ങ് പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ബത്തക്ക കാലിയായി. ഈ ഇടപാടൊക്കെ പണ്ടേ തുടങ്ങിയതാ. ഇങ്ങനെയും കുറെ പ്രമാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറെ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ പറഞ്ഞാ സമയമില്ലല്ലോ. ഈ തേനീച്ച, ഈ സമറാത്ത് എന്ന് പറഞ്ഞാൽ വിളവുകൾ എന്നാണ്. വിളവുകൾ, പഴങ്ങളെന്ന് മാത്രമൊന്നല്ല അതിനർത്ഥം. സമറാത്ത് എന്ന വാക്ക് വിവിധാർത്ഥകമായിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പഴങ്ങളിൽ നിന്ന് തേൻ ശേഖരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സംഗതി തേനീച്ചനെ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ് കിതാബിൽ തന്നെ വെക്കുക. ഇപ്പറയുന്നത് ന്യായമാണെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പഴത്തിന്റെ മുകളിൽ തേനീച്ച വന്നിരിക്കാറില്ലെന്നും പൂവിന്റെ മുകളിലാണ് ഇരിക്കാറുള്ളത് എന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഇതുണ്ടാക്കിയത് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതെന്തൊരു അടിസ്ഥാനം? തേനീച്ച പൂവിന്റെ മുകളിൽ വന്നിരിക്കുന്നതും തേൻ കുടിക്കുന്നതും എല്ലാവരും കാണുന്ന കാര്യമാണ്. ഖുർആനിൽ ഉപയോഗിച്ച സമറാത്ത് എന്നുള്ള വാക്ക് വിളവുകൾക്ക് ഉപയോഗിക്കുന്നതാണ്.
പഴങ്ങൾ എന്നതിന് അർത്ഥമുണ്ട്, വളരെ ശരിയാണ്, പഴങ്ങൾ എന്ന് തന്നെയാണ് അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം വരിക. പക്ഷെ അതേ അവസരത്തിൽ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വിളവുകൾ, ഈ അർത്ഥത്തിൽ സമറാത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കാണേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം സദസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് മറുപടി പറയേണ്ടത്. ഏതാണ്ട് ഇവിടെ വന്നതൊക്കെ പിന്നെ പരാമർശിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു സംഗതി പറയട്ടെ. ശാസ്ത്രവും മതവും സംബന്ധിച്ചുള്ള ഒരു നിലപാട്, ആ നിലപാടാണ് ഞാൻ അവതരിപ്പിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അയ്യൂബ് മൗലവി അങ്ങനെയല്ല ചെയ്തത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഖുർആൻ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു സംഗതി ആക്രമിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ അല്ല ശ്രമിച്ചത്. മതത്തിന്റെ ആധാരത്തിൽ, അത് ഞാൻ ഖുർആനെ മാത്രമല്ല മറ്റു പ്രമാണങ്ങൾ, നമ്മുടെ വിഷയം അതാണല്ലോ, ഇസ്ലാമിൻ്റെതായ ഒരു പദത്തിൽ കിടന്ന് കറങ്ങേണ്ടതില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മതം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് സോക്രട്ടീസ് മുതൽ മുഹമ്മദ് നബി വരെയുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ശാസ്ത്രത്തോടും വിജ്ഞാനത്തോടുള്ള മതത്തിന്റെ സമീപനം, ഈ സമീപനത്തെ നമ്മൾ എങ്ങനെയാണ് നിരാകരിക്കുക? അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാനത് പ്രമാണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. ആ സംഗതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വിഷയമേ നമുക്കിടയിലുള്ളൂ. ബാക്കി വൈരുദ്ധ്യങ്ങൾ അതിൽ നിന്ന് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി വൈരുദ്ധ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പരിഹരിക്കപ്പെടും. ഈ ലോകത്തെക്കുറിച്ചും പിന്നെ ജീവിതത്തെക്കുറിച്ചുമുള്ള അറിവിന്റെ പ്രയോജനം എന്താണെന്ന് പണ്ട് ഭാരതീയ ദാർശനികനായ കപിലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദർശനം എന്തിനാണെന്ന് ചോദിച്ചാൽ ഭയമില്ലാതാകാൻ എന്നാണ് പറഞ്ഞത്. ഭയത്തെ അദ്ദേഹം പിന്നീട് ഭയത്തെ വിശകലനം ചെയ്യാണ് പല തട്ടുകളാക്കിയിട്ട്. എന്താണ് ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം എന്നൊക്കെ പറഞ്ഞു. അതിന്റെ വിശദീകരണങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഭയമില്ലാതാക്കാനുള്ള അറിവ്. ഖുർആനിൽ ദൈവം സന്മാർഗം അവതരിപ്പിക്കുന്നത്, പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയും. അത് പിൻപറ്റുന്നവൻ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ആദികളും വ്യതകളും ഉണ്ടാവുകയില്ല. ആദി വ്യതകൾ ഒഴിഞ്ഞുകൊണ്ടുള്ള ജീവിതം, ഈ ജീവിതത്തിന് എത്രമേൽ നമ്മുടെ ജ്ഞാനവികാസം, വൈജ്ഞാനിക വികാസം അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ആ അറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ അതേ അവസരത്തിൽ നമ്മുടെ ഏത് വികാസത്തെയും അധാർമികമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത, അവിടെ നമ്മുടെ മനസ്സിൽ എത്തിക്സിനെ കുറിച്ചുള്ള ധർമ്മനീതിയെക്കുറിച്ചുള്ള ബോധം നട്ടുപിടിപ്പിക്കുകയാണ് വേദഗ്രന്ഥങ്ങൾ ചെയ്യുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിനെ ആ അർത്ഥത്തിൽ സമീപിക്കുക, അല്ലാതെ മനുഷ്യന്റെ കണ്ടെത്തലുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പരതാൻ വേണ്ടിയിട്ട് ഖുർആനെ സമീപിക്കേണ്ടതില്ല. അത് ധർമ്മനീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. പക്ഷെ അതേ അവസരത്തിൽ പ്രകൃതിയിലുള്ള സകല പ്രതിഭാസങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും ആയാത്തുകളായി, അള്ളാഹുവിന്റെ അടയാളങ്ങളായി, അത് കേവലം നോക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്ക് എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയൊന്നും ലളിതവൽക്കരിക്കരുത്. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കേൾവിയും കാഴ്ചയും സമന്വയിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഇൻഡോ യൂറോപ്യൻസിന്റെ കാഴ്ചയും സെമൈറ്റുകളുടെ കേൾവിയും അത് കൃത്യമായി പറയുന്ന സൂറത്തു സജദയിൽ നിന്നാണ് ഞാൻ വജാലക്കും എന്നുള്ളത് ഉദ്ധരിച്ചത്. അതിൽ തന്നെ പറയുന്നുണ്ട്, അവലം യഹ്ദിലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം. ചിലപ്പോൾ തെറ്റിപ്പോകും, കാരണം അയ്യൂബ് മൗലവിയാണ്, ഞാനതല്ല, അതുകൊണ്ടുള്ള ചിലപ്പോൾ തെറ്റൊക്കെ എനിക്ക് സംഭവിക്കും. അവലം യഹ്ദിലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത്ത് അഫലാ യസ്മഊൻ. അവിടെ ചരിത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എത്രയെത്ര ആളുകൾ പടച്ചതമ്പുരാന്റെ ഇടപെടലിലൂടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇടപെടലിനെ കുറിച്ചൊക്കെ ഖുർആൻ വേറെ പറയുന്നുണ്ട്, അതെന്താണെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വാസസ്ഥലത്ത് കൂടി നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളുണ്ട്, ചരിത്രത്തിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളുണ്ട്. അഫലാ യസ്മഊൻ, കേൾക്കുന്നില്ലേ? അപ്പൊ കേൾക്കുന്നില്ലേ എന്ന് വെച്ചാൽ ദേ ഒന്നും ഇങ്ങോട്ട് കേൾക്കണേ എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്ന പോലെ അല്ല എന്ന് വളരെ കൃത്യമാണല്ലോ. പിന്നെ പറയുന്നത് അവലം യറൗ അന്നാ നസൂഖുൽ മാ ഇലൽ അർളിൽ ജുറൂസി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്ന പ്രകൃതി, മഴ പെയ്യുന്നു, നീർച്ചാൽ ഒഴുകുന്നു, അതിൽ നിന്ന് ധാരാളം വിളവുകൾ ഉണ്ടാകുന്നു. ഇതിലും ആയാത്തുണ്ട്, സയൻസ് ഉണ്ട്, സയൻസ് അടയാളങ്ങളുണ്ട്. അഫലാ യുബസിറൂൻ, കാണുന്നില്ലേ? അപ്പൊ വളരെ കൃത്യമാണ്. പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ കാണുന്നില്ലേ എന്നും ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നില്ലേ എന്നും ചോദിക്കുമ്പോൾ വെറുതെ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നതല്ല അതിന്റെ അർത്ഥം. ഇങ്ങനെ കാര്യങ്ങളെ ലളിതവൽക്കരിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള സംവാദത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. അടുത്തതായി ശ്രീ ഷമീം, അദ്ദേഹത്തിന് ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ,
ഒരുപാട് ചോദ്യങ്ങൾ കുതിരക്കാരൻ്റെ കഴുത്തിൽ കയറിയിട്ടുണ്ട്. കുതിരക്കാരൻ്റെ കഥ ഞാനൊരു ആധികാരിക പ്രമാണമായിട്ടല്ല പറഞ്ഞത്. ഒരു ചോദ്യം മരണപ്പെട്ടയാൾക്ക് 7 പകരം 8 കുതിരകളും 3 മക്കളുമാണെങ്കിലോ എന്നാണ്. ഞാനിത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഇങ്ങനെയും ചില സാധ്യതകളുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുആദ് ബിൻ ജബലിനോട് നബി പറഞ്ഞ വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വിശദാംശങ്ങൾ ഖുർആനിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഖുർആനിന്റെ കൽപ്പനക്ക് എതിരാവാത്ത വിധത്തിൽ ആ പ്രശ്നം ആലോചിച്ച് പരിഹരിക്കും എന്ന് മുആദ് പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് അംഗീകരിച്ചു. പിന്നെ അവല് അല്ല പറഞ്ഞതല്ല, റാദ് അല്ല പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു അനുവാദവും അധികാരവും സമൂഹത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ പറയുന്നതാണ് വളരെ കൃത്യമായിട്ട്. ഇത് പിന്നെ ഇതേ പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള വിഭാഗീകരണം ഒരിക്കലും ഇതിപ്പം എന്താ പറഞ്ഞത് 8,000 രൂപയല്ല 10,000 13 പകരം 14 ആണെങ്കിലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നേരാ. പക്ഷെ അതേ അവസരത്തിൽ ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് പ്രൊപ്പോർഷൻ അനുസരിച്ച് കുറക്കുക എന്നുള്ളത് വിധിയാണ്. അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നില്ല. ഒരാൾക്ക് അത്രേ ഉള്ളൂ എങ്കിൽ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനൊന്നും പഠിച്ചോ പറഞ്ഞിട്ടില്ല. മറിച്ച് ആ ഉള്ളത് ആ അനുപാതത്തെ തെറ്റിക്കാതെ കൊടുക്കണം. ഇതാണ് അതിലെ പ്രാമാണികമായ വിധി. അതിനപ്പുറം വേറെ വർത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് വളരെ കൃത്യമാണ്. അത് അങ്ങനെ തന്നെ പരിഹരിക്കാൻ കഴിയും. ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളിലും ഏകദേശം ആ സ്വഭാവത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കുതിരക്കാരന് 8 കുതിരയും 3 മക്കളാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിലൊന്നും അർത്ഥമില്ല. കുതിരക്കാരൻ്റെ ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞത് ആ കുതിരക്കാരൻ ഉപയോഗിച്ചൊരു യുക്തിയെങ്കിലും പ്രയോഗിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഈ യുക്തി പ്രയോഗിക്കുന്നതിന് ഖുർആനോ നബി വചനങ്ങളോ എതിരല്ല. ഇത് സ്ഥാപിച്ചുകൊണ്ട് മുആദ് ബിൻ ജബലിന്റെ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ സംഭവത്തിന് ഇത് എതിരാവുന്നുണ്ടോ എന്നേ നമ്മൾ നോക്കണ്ടുള്ളൂ. പ്രവാചകൻ മുആദിനോട് പറഞ്ഞ വർത്തമാനത്തിന് ഇത് എതിരാവുന്നുണ്ടോ? പ്രവാചകനാണ് പറയുന്നത്. പ്രവാചകനിലൂടെയാണോ നമ്മളത് പഠിക്കുന്നത്. ഒരു ഭൂമിയും ഒരു സൂര്യനും ഒരാകാശവും സൃഷ്ടിച്ച ദൈവം എന്തേ തന്റെ ഗ്രന്ഥം അവതരിപ്പിക്കാൻ ഒരു പ്രാദേശിക ഭാഷ തിരഞ്ഞെടുത്തു? അല്ലാതെ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണല്ലോ. ഈ ഭാഷ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞില്ലേ പറ്റും. മനുഷ്യന്മാർക്കൊന്നും തിരിയാത്തൊരു പൊതുഭാഷയിലാണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്കെങ്കിലും തിരിയുന്ന ഏതെങ്കിലും ഒരു ഭാഷ വേണ്ടേ? അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഒരാകാശം എന്നല്ല, ഖുർആനിൽ ആകാശങ്ങൾ എന്നാണ് പറയുന്നത്. ആകാശത്തൊരു സോളിഡ് സബ്സ്റ്റൻസായി കണ്ടുകൊണ്ടുള്ള വർത്തമാനമല്ല അത്. ഞാനിനി അത് വെറുതെ ഖുർആനിനെ ശാസ്ത്രത്തിനൊത്ത് വ്യാഖ്യാനിച്ചു എന്നൊക്കെയുള്ള വിശദീകരണം അതിന് വരും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അദൃശ്യങ്ങളിൽ വിശ്വസിക്കുവാൻ ഖുർആൻ പറയുന്നു. മുസ്ലിങ്ങൾ അന്ധവിശ്വാസത്തെ എതിർക്കുകയും ചെയ്യുന്നു. അദൃശ്യവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അന്ധവിശ്വാസം എന്നിപ്പോ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അയ്യൂബ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസമാണ്. ഇതിനൊരു ആപേക്ഷികത്വമുണ്ട് എന്ത് തന്നെയായാലും. പക്ഷെ അതേ അവസരത്തിൽ ലോകം ജീവിതം എന്ന് പറയുന്നത് കേവല ഭൗതികം മാത്രമല്ല. ഞാൻ ഒരിക്കൽ കൂടി ബുദ്ധനെ ഉദ്ധരിക്കുന്നു. രൂപകാണ്ഡവും നാമകാണ്ഡവും ചേർന്നതാണ്. പ്ലേറ്റോന്റെ അഭിപ്രായത്തിൽ രൂപവും ആശയവും ചേർന്നതാണ്. ശരീരവും ആത്മാവും ചേർന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു വശം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന ഒരുപാട് സംഗതികൾ ഈ ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ വേണ്ടി മാത്രമേ ഖുർആൻ പറയുന്നു. ഇത് ഒരിക്കലും തന്നെ മറ്റ് സ്വഭാവത്തിലുള്ള മത ചൂഷണങ്ങളിലേക്ക് വ്യതിചലിക്കാത്ത അത്രയും ഭദ്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസമല്ല, ബോധ്യമാണ്. ബോധ്യമെന്ന് പറഞ്ഞാലും ആ ബോധ്യത്തെ നിരാകരിക്കുന്ന അനുഭവങ്ങൾ പിന്നീട് ഉണ്ടാകാം. അന്നേരം അതിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാട് മാറ്റും. അതിലത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ദൈവം എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇങ്ങനെ സംവാദവും തർക്കവും നടത്തി തെളിയിക്കാൻ നടക്കുന്നത് എന്തിന്? ഈ പരിപാടി സംഘടിപ്പിച്ച ഞാനല്ല. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഈ പരിപാടിയെ സംബന്ധിച്ച് വിഷയത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഈ ചോദ്യം വന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഒന്നാമത്, ജബ്ബാർ മാഷാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദ്യം എന്നോട് പറഞ്ഞിരുന്നത്. അപ്പം മതവും സമൂഹവും ഞാൻ പറഞ്ഞു കൊള്ളാം, തലക്കെട്ട്. കാരണം മതവിശ്വാസിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും സമൂഹത്തോട് എന്ത് പറയാനുണ്ട്, സമൂഹത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ്, ഇത് പ്രസക്തമായ വിഷയമാണ്. പിന്നെ വിളിച്ചു പറഞ്ഞത് ജബ്ബാർ മൗലവിയല്ല, ജബ്ബാർ മാഷല്ല, അയ്യൂബ് മൗലവിയാണ്. അതുകൊണ്ട് വിഷയമൊന്നും മാറ്റണം. ജിന്നും സിഹറും ഞാൻ പറയാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഞാൻ ചോദിച്ചു മതവും സമൂഹവും എന്തുകൊണ്ടാണ് അയ്യൂബ് മൗലവിക്ക് പറ്റാത്തത്? ഇതുപോലെ കാരണം ഉണ്ടാവും. കാരണം ഓരോരുത്തർക്ക് ഇതൊക്കെ യുക്തിവാദമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും മതമാണെങ്കിലും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാഖകളുള്ള ഒരു വിജ്ഞാനീയമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും വളരെ കൃത്യമായും ഭദ്രമായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്നൊന്നുമില്ല. പിന്നെ പറഞ്ഞതാണ് ദൈവാസ്തിക്യം. ഞാൻ പറഞ്ഞത് അതിന് ഞാനില്ല. എന്താ സംഭവം? ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മൂപ്പരെന്നെ തെളിയിച്ചോട്ടെ. ആ ബാധ്യത എനിക്കില്ല.
അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സംവാദം നടത്തിയിട്ടില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ദൈവം ഉണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു സംവാദം നടത്തിയിട്ടില്ല. മറിച്ച് മതത്തിന് ശാസ്ത്രത്തോടുള്ള സമീപനമുണ്ട്. യുക്തിവാദത്തിന്റെ ശാസ്ത്രത്തോടുള്ള സമീപനത്തെക്കുറിച്ചാണ് അയ്യൂബ് മൗലവി പറഞ്ഞത്. മതത്തിന്റെ ശാസ്ത്രത്തോടുള്ള സമീപനത്തിന് ഇതിലേടെങ്കിലുമൊക്കെ മനുഷ്യന്റെ വിജ്ഞാന വികാസവുമായിട്ട് യോജിക്കാവുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ഈ സംവാദം അർത്ഥവത്താണെന്ന് ഞാൻ പറയും. ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ആ അർത്ഥത്തിൽ അർത്ഥവത്തായി തീരും. അതുകൊണ്ടാണ് സംവാദം. അപ്പൊ ഞാൻ നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് സംവാദത്തെ ഞാൻ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ ചില ചോദ്യങ്ങൾ, അതായത് മോറിസ് ബുക്കായി മുതൽ എം അക്ബർ വരെ നടത്തി വരാറുള്ള ഖുർആൻ സൂക്തങ്ങളെ ശാസ്ത്രസത്യത്തിൽ കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ ഖുർആൻ ഭാഷ CD രൂപത്തിൽ ഇറക്കിയപ്പോൾ അതിൽ ഈ മോറിസ് ബുക്കായും പിന്നെ ഈ എം അക്ബറും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അതേ അവസരത്തിൽ തഫീമുൽ ഖുർആന്റെ ഒരു പിന്നെ എന്താ പറയാ ഒരു സോഫ്റ്റ്വെയർ ഇറക്കിയിരുന്നു. അതിലിങ്ങനെ കുറെ ലേഖനങ്ങളുണ്ട്. അതിൽ പലരുടെയും പല വീക്ഷണങ്ങളുണ്ട്. മോറിസ് ബുക്കായി പറഞ്ഞതും ഒരു ആ കാലത്ത് നിന്നുകൊണ്ടുള്ള കുറെ വർത്തമാനങ്ങൾ തന്നെയാണ്. നമ്മൾ അതിന്റെ ചില പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് കുറച്ചുകൂടി അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ്. ഇപ്പോ പിന്നെ അരിസ്റ്റോട്ടില് വ്യത്യസ്ത ഭാരമുള്ള രണ്ട് സാധനങ്ങൾ ഒരേ സമയത്ത് വിട്ടാൽ ഒരേ സമയത്ത് താഴെ വീഴും എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണ്. നമ്മളത് നിസ്സാരമായി തെളിയിക്കാവുന്ന സംഗതിയല്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒട്ടേറെ ഭാര്യമാരുണ്ടായിരുന്ന അരിസ്റ്റോട്ടില് സ്ത്രീകളുടെ പല്ലിന്റെ എണ്ണം കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബർട്രൻഡ് റസൽ അതാണ് ചോദിച്ചത്, ഏതെങ്കിലും ഒരു ഭാര്യന്റെ പല്ലെണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരം പറയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ എന്ന് കരുതി അരിസ്റ്റോട്ടലിന്റെ പുസ്തകം നമ്മൾ വായിക്കാതിരിക്കുന്നില്ല, അത് ഇറക്കാതിരിക്കുന്നില്ല. അരിസ്റ്റോട്ടൽ ഇതല്ലാത്ത ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ ഒരു നിലപാട് തെറ്റാണ്, അല്ലെങ്കിൽ ഒരാളുടെ അടിത്തറ തെറ്റാണ് എന്നതുകൊണ്ട് അയാളിൽ നിന്നുണ്ടാകുന്ന എല്ലാ വിജ്ഞാനീയങ്ങളെയും നിരാകരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. അത് അയാളോട് മാത്രമല്ല സമൂഹത്തോട് തന്നെ കാണിക്കുന്ന നീതികേടാണ്, നെറികേടാണ്. എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാർവാകൻ അടക്കം വായിക്കുന്നതാണ്. ചാർവാകന്റെ റാഷണലിസ്റ്റ് കാഴ്ചപ്പാടിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ചാർവാകൻ അടക്കം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളെയാണ്. കോളേജിൽ ഇത്തരത്തിലുള്ള സംഗതികളുടെ ആശയങ്ങളുടെ താരതമ്യവും അതുപോലുള്ള മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അവിടെ ചാർവാകനെ വിമർശിച്ചുകൊണ്ടോ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടോ അല്ല ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. എനിക്കെന്റെ ബുദ്ധിയോടും അറിവിനോടും സത്യസന്ധത പാലിച്ചേ പറ്റും. അതുകൊണ്ട് ഞാനത് പഠിപ്പിക്കും. അത് പഠിക്കുക എന്ന നിലക്ക് പ്രസക്തം തന്നെയാണ്. മാത്രമല്ല, അന്ന് നിലനിൽക്കുന്ന പൗരോഹിത്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് ചാർവാകൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് സത്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് കരുതി ചാർവാകന്റെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന റാഷണലിസ്റ്റ് രീതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് മോറിസ് ബുക്കായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ബുക്കായിസം എന്ന് നമ്മൾ പിന്നീട് പേരിട്ട് വിളിച്ച അത് തന്നെയും അതാണ് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. ഒരു പക്ഷേ ശാസ്ത്രപരമായിട്ടുള്ള ജ്ഞാനത്തിൽ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഒരു കാലഘട്ടത്തിൽ പുറകോട്ട് പോയത് കൊണ്ടായിരിക്കാം. പിന്നെ അതങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് യാഥാർത്ഥ്യമാണ്. ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്നൊക്കെ നിരന്തരം ആഹ്വാനം ഉണ്ടായിട്ടും ഒരു മൊട്ടുസൂചിയെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയോ എന്നാണ് അയ്യൂബ് മൗലവിയുടെ ചോദ്യം. മുഹമ്മദ് ഷമീം എന്ത് പറയുന്നു? ഇത് അബദ്ധമല്ലേ യഥാർത്ഥത്തില്? ഞാൻ പറഞ്ഞു, വെറുതെ ആ JD ബർണലിന്റെ സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകം ശാസ്ത്രാഹിത്യ പരിഷത്ത് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇസ്ലാമിക് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. വെറുതെ ഒന്നെടുത്ത് വായിച്ചോളി. ഏത് മൊട്ടുസൂചിയാണ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ അതിൽ വലിയ അവകാശവാദത്തിനൊന്നും മുതിരുന്നില്ല. മുസ്ലിങ്ങൾ മൊട്ടുസൂചി ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അതേ അവസരത്തിൽ ഈ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അന്ന് നിലവിലുള്ള പല ധാരണകളെ തിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഒരു കാലത്ത് വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനുമാണ്. പക്ഷെ അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ജ്യോതിഷികളും കൂടിയാണ്. ഇവരുടെ ജ്യോതിഷപരമായ നിലപാടുകളെ നിരാകരിച്ചുകൊണ്ട് അവരുടെ ജ്യോതിശാസ്ത്ര നിലപാടുകളെ സംബന്ധിച്ച് ഗവേഷണം നടത്തി പിന്നെ അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആളാണ് അൽബീറൂനി. ഇങ്ങനെ ചില തിരുത്തലുകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ചരിത്രം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൊട്ടുസൂചി ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. മൊട്ടുസൂചിയും പിള്ളീടൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. മുമ്പ് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പൊളിഞ്ഞപ്പോൾ പത്രം എഴുതിയിരുന്നു, ബാർബർ ഷാപ്പിൽ ഭയങ്കര ക്യൂ ആണ് താടി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലേഡിന്റെ കച്ചവടം വർദ്ധിച്ചു എന്ന് പറഞ്ഞു. എമ്മാതിരി വിശകലനം നിനക്കറിയില്ല. മനുഷ്യൻ ആകെ മുഖത്തുള്ള രോമം കളയാൻ വേണ്ടി മാത്രമാണോ ബ്ലേഡ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആദവും ഹവ്വയും ഉപയോഗിച്ച ഭാഷ ഏതായിരുന്നു? അറബി ആയിരുന്നോ? ആവാൻ സാധ്യതയില്ല. കാരണം അറബി ഹീബ്രുവിൽ നിന്ന് പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ്. ആദമിന്റെയും ഹവ്വയുടെയും ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. തങ്ങളുടെ ഖുർആനാണ് അവസാനത്തെ പ്രാമാണിക ഗ്രന്ഥമെന്നും തങ്ങളുടെ പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകനെന്നും അവകാശപ്പെടുന്നത് സങ്കുചിതത്വമല്ലേ എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. തങ്ങളുടെ ഈ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമെന്നും മുഹമ്മദ് അവസാനത്തെ പ്രവാചകനെന്നും. പക്ഷെ ഇങ്ങനെ വിശ്വസിച്ചോളണമെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞോ?
അങ്ങനെ നിർബന്ധം ചെലുത്തുകയും അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ പടിക്ക് പുറത്തും അവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തവരും അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നും ഒക്കെ പറയുകയാണെങ്കിൽ അത് സങ്കുചിതത്വമാണ്. ഒരു വിശ്വാസം ഒരാൾ വെച്ച് പുലർത്തുന്നത് ഒരു നിലക്കും സങ്കുചിതത്വമല്ല. അതേ അവസരത്തിൽ ആ ഒരളവിൽ മാത്രം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളെ അയാൾ ചുരുക്കുന്നുണ്ടെങ്കിൽ, സങ്കുചിതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സങ്കുചിതത്വമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു കുറവും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ വികലാംഗനും വിരൂപനും ഉണ്ടായി. വൈരൂപ്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല. ഇനി വികലാംഗൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള കുറവാണ്. അതൊരു വികലാംഗൻ തന്നെ പറയേണ്ടത് യഥാർത്ഥത്തിൽ. ഈ ഇങ്ങനെയുള്ള പല വൈവിധ്യങ്ങളും മറ്റുമൊക്കെ ലോകത്ത് സാർവത്രികവും സാധാരണവുമാണ്. സൃഷ്ടിപ്പിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നത് വളരെ സമഗ്രമായൊരാശയമാണ്. സൃഷ്ടിപ്പിൽ യാതൊരു കുറവും പോരായ്മയും കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നില്ല. അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും പരസ്പര പൂരകമായി വർത്തിക്കുന്നു. ആ അർത്ഥത്തിൽ അത് നിലനിൽക്കുന്നു. ഇനി തമ്മിൽ ഭ്രമണപഥങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ പോലും ആ ഏറ്റുമുട്ടലിൽ പോലും കൃത്യമായൊരു നിയമം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴങ്ങനെ ആ ലോകം നിലനിൽക്കുന്നതിനെ കുറിച്ചും അത് ഒരു നിലക്കും തന്നെ വഴിതെറ്റി പോകുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു പ്രശ്നമാണ്. അത് അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ചോദ്യം പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോവാണ്, നമുക്ക് സമയം അത്രേ ഉള്ളൂ എന്നതുകൊണ്ട്. 12,000 പുറമെ 1,000 കൂടി കൂടിയാൽ കണക്ക് ശരിയാക്കുന്ന രീതി വിശദീകരിക്കാം. 1000 കൂടെ കൂടിയാൽ കണക്ക് ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 1000 അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 1000 കുറവുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷനായിട്ട് ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് കുറക്കണമെന്നേ ഞാൻ പറഞ്ഞു. ഇത് വളരെ ശരിയാണ്. ഈ 12,000 13,000 ആയാലും 14,000 ആയാലും ആ കണക്കനുസരിച്ച് വീതിക്കാൻ കഴിയില്ല. അത് വസ്തുതയാണ്. പക്ഷെ എന്ന് വിചാരിച്ചൊരു കുഴപ്പമൂടെ ഉണ്ടായിട്ടുമില്ല. എല്ലാ ജീവികളെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന പരാമർശം ശാസ്ത്രവിരുദ്ധമല്ലേ? കുരുടിപ്പാമ്പ്, വൈറസ്, ബാക്ടീരിയ, അമീബ എന്നിവ ഇണകളുണ്ടോ? ഇതാണ് ചോദ്യം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. എല്ലാത്തിനും ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ള നിന്റെ റബ്ബ് പരിശുദ്ധൻ. മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമിയിൽ നിന്ന് മുളച്ചു പോകുന്ന സസ്യങ്ങൾ. വമിൻ അൻഫുസിക്കും, നിങ്ങൾ തന്നെ. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും. നിങ്ങൾക്കറിയാത്തത് എല്ലാം എന്നവിടെ പറഞ്ഞിട്ടില്ല. കുല്ലുൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നേരം. പക്ഷെ അതേ അവസരത്തിൽ ഒരു പൊതു തത്വം എന്ന നിലക്കാണ് അത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം അതിന് ഒരു ദാർശനികമായ തലമുണ്ട്. ആ തലത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. എന്തായിരുന്നാലും ഇങ്ങനെ ഈ വളരെ സൂക്ഷ്മമായിട്ട് അമീബ, ഏകകോശജീവി ഇങ്ങനെ പറയാവുന്ന സ്വഭാവത്തിലല്ല ഖുർആന്റെ ആ ഒരു അവതരണം എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ സന്ദർഭത്തിൽ നിന്നിട്ട് അടർത്തിയെടുക്കുമ്പോഴാണ് അതിന് വേറെ ചില അർത്ഥവുമാനമൊക്കെ വരുന്നത്. മതത്തിന്റെ വിശ്വാസത്തിൽ ജിന്ന് എന്താണ്? അത് ഫംഗസ് ആണോ? എന്തായാലും ഫംഗസ് അല്ല. നിങ്ങൾക്ക് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്തൊരു ലോകവും അവിടെ അള്ളാഹുവിന്റെ സൃഷ്ടികളുമുണ്ട് എന്ന് ഖുർആൻ സ്ഥാപിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ആ സൃഷ്ടികളെ പറ്റി പൊതുവായി പറയുന്ന വാക്കാണ് ജിന്ന്. നിങ്ങൾക്ക് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്ത, നിങ്ങൾക്ക് അഭൗതികമായി വർത്തിക്കുന്ന ഒരു ലോകവും ആ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളുമുണ്ട്. ആ സൃഷ്ടികളെ പൊതുവായിട്ട് ജിന്ന് എന്ന് പറയുന്നത്. പദാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുളിൽ പമ്മിയിരിക്കുന്ന ജന്തുക്കളെ സംബന്ധിച്ച് വരെ ചില ഹദീസുകളിൽ ഇങ്ങനെ ജിന്ന് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ജിന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. വേറെ അതുകൊണ്ട് എന്തെങ്കിലും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതേ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്നേരം പരാമർശിക്കാം. ഇത് മോറിസ് ബുക്കായുടെ പുസ്തകത്തെക്കുറിച്ച് തന്നെയുള്ള ചോദ്യം. സ്റ്റീഫൻ ഹോക്കിൻസ് ലേഖനത്തിൽ പ്രതിപാദിച്ച ദൈവഗണത്തെക്കുറിച്ച്. ദൈവഗണം ഒരു ഭയങ്കര ഭീകരവാദിയാണെന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത് എന്റെ ധാരണ. ഈ അടുത്ത് പത്രത്തിൽ കണ്ടത് അങ്ങനെയല്ല, ലോകത്തിൽ തന്നെ നശിപ്പിച്ചളിയും. അത് ദൈവഗണം എന്നുള്ളത് മുമ്പേ ഉള്ളൊരു ആശയമാണ്. പിന്നെ ഖുർആനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഖുർആനിൽ അങ്ങനെ വല്ലതും പറഞ്ഞോളെന്ന് ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ എൻ്റെ വിഷയാവതരണത്തിൽ നിർബന്ധം പിടിച്ചിട്ടുമില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇല്ലെങ്കിലും ശാസ്ത്രത്തെയും വിജ്ഞാന വികാസത്തെയും ഖുർആൻ നിരാകരിക്കുന്നില്ല എന്നുള്ള തത്വമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഈ അവതരണം കൃത്യമായി കേട്ടിരുന്നെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉത്ഭവിക്കൂല. അതിൽ തന്നെ ഉണ്ട്, സമീപഭാവിയിൽ സംഭവിക്കാവുന്ന എന്തെങ്കിലും ശാസ്ത്ര കണ്ടെത്തലുകൾ വ്യക്തമായി ഖുർആനിലുണ്ടോ? എനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമേ അത് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാവുന്നുള്ളൂ. കച്ചവടക്കാരന്റെ കച്ചവട സൂത്രം മാത്രമാണോ ഖുർആൻ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? വത്തക്ക കച്ചവടക്കാരൻ
കച്ചവടക്കാരൻ വരെ അയാളുടെ താല്പര്യത്തിന് വേണ്ടി മതപ്രമാണങ്ങളെ വളച്ചൊടിച്ചിട്ടുണ്ട്, ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ പലരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനെയും. ഇപ്പൊ നമ്മളെ ഇന്ന് കാണുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിനെ തന്നെ ഒരു വംശീയ സിദ്ധാന്തമായിട്ടാണ് കാണുന്നത്. ഒരു തരം ഇപ്പൊ നമ്മളിപ്പോ ISIS എന്നൊക്കെ പറയുന്ന സാധനം തന്നെ വംശീയതയാണ് അതിന്റെ ആധാരം. പക്ഷെ അതേ അവസരത്തിൽ ഇത് ഇസ്ലാമിന്റെ മാത്രം കുഴപ്പമാണ്. പിന്നെ കംബോഡിയയിൽ പോൾപോട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ കമ്മ്യൂണിസമാണ് അടിസ്ഥാനം. പക്ഷെ ഖമർ വംശീയതയായിരുന്നില്ല അതിന്റെ ശരിയായിട്ടുള്ള ബേസ്. അങ്ങനല്ലേ കൂട്ടക്കൊലകൾ നടന്നത്? ഖമർ റൂഷ് ഗറില്ലകൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. കമ്മ്യൂണിസമാണോ അതിന് ഉത്തരവാദി? ഒരിക്കലല്ലോ. അതുകൊണ്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും കച്ചവടത്തിന് വേണ്ടിയും വംശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി വത്തക കച്ചവടക്കാരുടെ കച്ചവട സൂത്രമല്ല ഖുർആൻ. മാത്രമല്ല അയാൾ ഖുർആനെ ഉപയോഗിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, വത്തക തിന്നോ സ്വർഗത്തിൽ. മഴവെള്ളം ശുദ്ധജലമാണെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. മഴവെള്ളം ലോകത്തെല്ലായിടത്തും ശുദ്ധജലമായിട്ടാണോ അനുഭവപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളും ഉപ്പിന്റെ അംശവും രാസവസ്തുക്കളും ഉൾക്കൊള്ളുന്നതല്ലേ പല സ്ഥലങ്ങളിലും? ശരിയാണ്. പക്ഷെ അത് നിങ്ങൾ പറയുന്നത് അനുഭവത്തെക്കുറിച്ചാണ്. മഴവെള്ളം അതിന്റെ പ്രകൃതത്തിൽ ശുദ്ധമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ പ്രകൃതത്തിൽ, ഉത്ഭവത്തിൽ അത് ശുദ്ധമാണ്. പിന്നെ പറയുന്ന ആസിഡും അതുപോലെ മറ്റു സംഗതികളും മറ്റു വസ്തുക്കളൊക്കെ ചേരുന്നത് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ശാസ്ത്രം വിശകലനം ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായി തന്നെ. മഴവെള്ളത്തിന്റെ ഫിത്ര എന്നാണ് ഖുർആൻ പറയാം അത്തരം സംഗതികൾക്ക്. അതിന്റെ നേച്ചർ, പ്രകൃതം, അത് ശുദ്ധമാണെന്നാണ് പറയുന്നത്. ഖുർആനിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനോടുള്ള അഭിപ്രായം, ഖുർആൻ യുദ്ധഭൂമിയിൽ കണ്ടാൽ കൊല്ലാം എന്നാണ് പറഞ്ഞത്. കാരണം അതിന്റെ പ്രത്യേക പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലല് തെറ്റാണ്. അത് ഖുർആൻ ഖണ്ഡിതമായി പറയുന്ന സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂറത്തുൽ അനാമിലും സൂറ ബനി ഇസ്രായേലിലുമാണ് കൽപ്പനകളെ പറ്റി പറയുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നതാണ്, ഒരു നഫ്സിനെയും നിങ്ങൾ ഇല്ലാതാക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ആദരിച്ചിട്ടുള്ള നഫ്സിനെ എന്നാണ്. എല്ലാ മനുഷ്യനെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യനെയും ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ യുദ്ധം ഒരു രാഷ്ട്രീയ ആവശ്യമായി വന്നു. അങ്ങനെ വരുമ്പോൾ യുദ്ധത്തിന് ഈ നിയമം എങ്ങനെ ബാധകമാകും? അവിടെയാണ് പറയുന്നത്, നിങ്ങൾ ആ പക്ഷത്തുള്ള ആളുകളെ യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടിയാൽ കൊല്ലാം. കൊല്ലാം എന്നല്ല, കൊല്ലണം. യുദ്ധമാണല്ലോ, അത് ഒരു കള്ളനെ കുറിച്ച് കളിയല്ലോ. അപ്പൊ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വർത്താനാണ്, അല്ലാതെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഖുർആനിലെ വാക്യങ്ങൾ മുഴുവനും വ്യാകരണ അധിഷ്ഠിതമാണോ? ചോദ്യം വ്യക്തമല്ല. ചോദിച്ചാലുണ്ടെങ്കിൽ എഴുന്നേറ്റെന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഖുർആനിലെ അറബി വ്യാകരണം അനുസരിച്ചാണോ ഖുർആനിലെ വാക്യങ്ങൾ മുഴുവൻ എന്നാണ് ചോദ്യമെങ്കിൽ അറബി വ്യാകരണത്തിൽ ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല. ഒരുപക്ഷെ വേണമെങ്കിൽ അയ്യൂബ് മൗലവിയോട് അത് ചോദിക്കാം. ഈ ഒരു ചോദ്യം ഞാൻ അവസാനത്തേക്ക് വെക്കുന്നു. യുക്തിവാദ വീക്ഷണപ്രകാരം ജീവിതം ഒരു വലിയ വട്ടപൂജ്യം മാത്രമാണോ? താങ്കളുടെ വിശദീകരണത്തിൽ മതദർശനങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഏതൊരു കാഴ്ചപ്പാടും അങ്ങനെയായിരിക്കും എന്നൊരു ധാരണ കിട്ടുന്നുണ്ടോ? അങ്ങനൊരു ധാരണ കിട്ടിയോ? മതദർശനത്തിന് പുറത്തു നിൽക്കുന്ന ഏതൊരു കാഴ്ചപ്പാടും വെറും വട്ടപൂജ്യം മാത്രമായിരിക്കും എന്ന് ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഞാൻ വല്ലതും സംസാരിച്ചു? എനിക്കറിയില്ല, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഒരുമിച്ച് പലതും ചെയ്യാനുണ്ട്, ഏകോപനത്തിലെത്താവുന്ന പല കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. തീർന്നു. മാറ്റിവെച്ചൊരു ചോദ്യമുണ്ട്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ദൈവവിശ്വാസികൾക്കും യുക്തിവാദികൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താങ്കളുടെ ഈ ആശയം വിശദീകരിക്കാമോ? ഞാൻ അത് കൺക്ലൂഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച വിഷയം അത് തന്നെയാണ്. കാഴ്ചപ്പാട് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സാമൂഹികമായ പാരിസ്ഥിതികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങളിൽ ഒരു മത സംഘടന എന്ന നിലക്ക് ഞാനിതുവരെ ഇത്രയും നേരം ജമാഅത്ത് ഇസ്ലാമിക്കാരനായിട്ടും സോൾഡാറ്റിക്കാരനായിട്ടും അല്ല സംസാരിച്ചത്. ഇപ്പോഴീ ചോദ്യത്തിന് മറുപടിയായിട്ട് അങ്ങനെ സംസാരിക്കണം. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ഇടപെടുന്നതിന് വളരെ കൃത്യമായ ഖുർആനിക അടിത്തറയാണ്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് വിശദീകരിക്കാനും നമുക്ക് സാധിക്കും. എന്താണ് മനുഷ്യന്റെ സാമൂഹികമായ ഉത്തരവാദിത്വം? ഇതൊക്കെ വളരെ കൃത്യമായിട്ട്, അതുപോലെ പാരിസ്ഥിതികമായിട്ട്, സാമൂഹികമായിട്ടുള്ള പറയുന്നിടത്ത് ദൈവത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ദൈവത്തിലേക്കുള്ള വഴി ക്ലേശം നിറഞ്ഞ വഴിയാണ്. ക്ലേശം നിറഞ്ഞ വഴിയാണ് ദൈവത്തിലേക്കുള്ള വഴി. അത് താണ്ടാൻ നിങ്ങളിൽ കൂടുതൽ ആളുകളും തയ്യാറാകുന്നില്ല. നേരത്തെ ഞാനിവിടെ ഉദ്ധരിച്ചതുപോലെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ കഴിയലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെ ക്ലേശം നിറഞ്ഞ വഴി, അത് ചെങ്കുത്തായ ഒരു മലകയറ്റം പോലെയാണ്.
എന്നിട്ട് പറയുന്ന ഫക്കു റക്കബ, അത് മനുഷ്യരുടെ കഴുത്തുകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബ, വറുതി ഉണ്ടാവുന്ന, ക്ഷാമമുണ്ടാവുന്ന സമയങ്ങളിൽ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കലാണ്, സേവനമാണ്. സുമ്മ കാന മിനല്ലദീന ആമനു, അതിനുശേഷം നിങ്ങൾ മുഅ്മിനുകളിൽ അല്ലെങ്കിൽ വേദാനുഗാതാക്കളിൽ ഉൾപ്പെട്ടാൽ മതി എന്ന സ്വഭാവത്തിലാണ് ഖുർആനിന്റെ കൽപ്പന. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സാമൂഹികമായ വശം വരുന്നുണ്ട്. ഇതിനൊന്ന് വികസിപ്പിച്ചുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ബാധ്യതകളെ സംബന്ധിച്ചു നേർക്കുനേരെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം ഞാൻ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേ അവസരത്തിൽ ഇത്തരം സംഗതികളെ സംബന്ധിച്ച് യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താണെന്ന് എനിക്കറിയില്ല. യുക്തിവാദികളിൽ പലരും ആ അർത്ഥത്തിലുള്ള സാമൂഹികമായ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുകയും അത് നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരേ വേദിയിൽ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. മതസംഘടന എന്ന നിലക്ക് സോളിഡാരിറ്റിയുടെയോ ജമാഅത്തിന്റെയോ പ്രതിനിധിയായിട്ട് ഞാനും തനി യുക്തിവാദിയായിട്ടുള്ള ആളുകളും ഒരുമിച്ച് വരാറുണ്ട്. വരുന്നത് എന്തുകൊണ്ടാണ്? അത് ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, ആളുകൾക്ക് വേണ്ടി സമരം ചെയ്യാൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ, അടിമത്തം ഇല്ലാതാക്കാൻ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം യോജിപ്പിൻ്റെതായിട്ടുള്ള മേഖലകൾ മതവും യുക്തിവാദവും എന്നല്ല, ഏത് ദർശനങ്ങൾ തമ്മിലാണെങ്കിലും പരസ്പരം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ളിടത്ത് യോജിച്ച് തന്നെ നിൽക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ഐഡിയോളജിയും ആശയവും മാറ്റമൊന്നും വേണ്ട, വിശ്വാസമോ ഐഡിയോളജിയോ ഒന്നും മാറ്റമില്ല. അതല്ലാതെ തന്നെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. നിങ്ങൾ നന്മയിലും ധർമ്മത്തിലും പരസ്പരം സഹകരിക്കണം. തിന്മയിലും അധർമ്മത്തിലും ഒരു കാരണവശാലും സഹകരിക്കാതിരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആരുമായും സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിശാലത മതവിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർക്കുണ്ടാവുക. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വശത്ത് ദൈവത്തെ നിരാകരിക്കാനും ഇല്ലാന്ന് തെളിയിക്കാനും അവരെന്ത് വേണേലും ചെയ്തോട്ടെ, അത് വിഷയമില്ല. പക്ഷെ അതേ അവസരത്തിൽ ഇപ്പറഞ്ഞ പൊതുവായ മാനുഷിക സാമൂഹിക വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് നിന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനുള്ള ഇടങ്ങൾ കണ്ടെത്താൻ ഇത്തരം സംവാദങ്ങൾ സഹായകമാകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കണ്ടെത്തുക തന്നെ വേണം. ഞാനും അയ്യൂബ് മൗലവിയും പാലക്കാട് ഒരു പരിപാടിയിലാണ് ഒരുമിച്ച് ആദ്യമായിട്ട് വന്നത്. അന്ന് മുതൽ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ കുറെ കാര്യങ്ങളിൽ പരസ്പരം ഒരുപാട് തർക്കസംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഞാൻ പിരിഞ്ഞു പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യൂബ് മൗലവിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സൗഹൃദം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മൾ തമ്മിൽ രൂപപ്പെടുന്നത് മാനുഷികമായ ബന്ധമാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒരു ഐഡിയോളജി നമുക്ക് ആവശ്യമില്ല. തികച്ചും മാനുഷികമായ ബന്ധം. ഈ ബന്ധത്തെ സ്ഥാപിച്ചുകൊണ്ടും വളർത്തിക്കൊണ്ടും പൊതുവിൽ മനുഷ്യരോട് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ ഒറ്റക്കെട്ടായി പണിയെടുക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്ന് അന്വേഷിക്കുവാൻ കൂടി ഇത്തരം സംവാദങ്ങൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായിരുന്നാലും ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.